സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണത്തിൽ വൻ വർധന. ഇന്നലെ മാത്രം 13,756 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. പനി ബാധിച്ച് 6 പേർ മരിച്ചെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു. കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ 2 പേർ വീതം മരിച്ചു. ഇന്നലെ 225 പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, പനി പടരുന്നത് ആശങ്കയുണ്ടാക്കുന്ന തോതിലേക്ക് ഉയരുന്ന കാഴ്ചയാണോ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? എവിടെയൊക്കെയാണ് ജാഗ്രത കൂടുതൽ വേണ്ടത്? സുജയ, കഴിഞ്ഞ ഒരു മാസക്കാലമായി സംസ്ഥാനത്ത് പകർച്ചപ്പനി അത് പടർന്നു പിടിക്കുകയാണ്. സംസ്ഥാന ആരോഗ്യ വിഭാഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും ഈ പനി നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഡെങ്കി, എലിപ്പനി, ഒപ്പം H1 ഏറ്റവും ഒടുവിൽ വെസ്റ്റ് നൈൽ അടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോടാണ് H1 വെസ്റ്റ് നൈൽ മരണം സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു. ഒരാൾ കോളറ ലക്ഷണങ്ങളോടെ മരിച്ചു. 11 പേർ ചികിത്സയിലുണ്ട്. ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ തരത്തിൽ ഡെങ്കി ആണെങ്കിൽ പടർന്നു പിടിക്കുക. ഏതാണ്ട് 200-ലേറെ പേർ ദിവസവും ദിനംപ്രതി ഏതാണ്ട് 300-നടുത്ത ആളുകൾക്ക് ഡെങ്കി സ്ഥിരീകരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്നലെ 6 പേരാണ് മരിച്ചത്. 13,756 പേർ ചികിത്സ തേടുകയും ചെയ്തു. അതിന്റെ വിവരങ്ങളാണ് ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.